ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കൊച്ചുകുട്ടികൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്നുള്ളതാണ്. സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആത്മാവിലുള്ള ആരാധനയെ സംബന്ധിച്ച് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്തു. ആത്മാവിനെ മൂന്നായിട്ട് ദൈവ തിരുവചനത്തിൽ വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, രണ്ട് മനുഷ്യൻ്റെ ആത്മാവ്, മൂന്ന് സാത്താൻ്റെ ആത്മാവ്. അതിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് നാലഞ്ച് വാക്യങ്ങൾ വായിച്ച് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച് പിരിഞ്ഞതാണ്. ഉൽപ്പത്തി 1:2, ഫിലിപ്പിയ 3:3 ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒന്നാമത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 നാം അത് കണ്ടു. രണ്ടാമത് റോമർ 1:5 വിശുദ്ധിയുടെ ആത്മാവാണ്. പിന്നെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ് എന്ന് 2 തീമോത്തി 1:7 3 വിധത്തിൽ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തത് യോഹന്നാൻ 14:16 സത്യത്തിൻ്റെ ആത്മാവാണ് എന്നും നമ്മൾ കണ്ടു. ഇത്രത്തോളം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. അതേ തുടർന്ന് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ 2 കാര്യങ്ങൾ കൂടെ 2 പോയിന്റുകൾ കൂടെ പറഞ്ഞ് നമുക്ക് തുടർന്ന് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മതി. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ റോമാലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന പദപ്രയോഗത്താൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അല്പം തർക്കങ്ങളുള്ള ഒരു വേദവാക്യമാണ് അത്. നമുക്കിപ്പോൾ അതിൻ്റെ കാര്യാദികളിലേക്ക് കടക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന പേരിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അത് നമുക്ക് അവസാനിപ്പിക്കാം. റോമർ 8:15 റോമർ 8:15 നാം ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ സഹായിക്കുന്ന
യോഗ്യത നൽകുന്ന പുത്രത്വത്തിൻ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ചതുകൊണ്ട് ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നു. അബ്ബ എന്ന് പറയുന്നതും പിതാവേ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. രണ്ട് ഭാഷ, ഒന്ന് മലയാളവും മറ്റേത് സുറിയാനിയിൽ ആബോ എന്ന, അരാമയിൽ അബ്ബ എന്ന് പറയും. ആബോ, അബ്ബ, ആബ എന്നിങ്ങനെ പറയും. പിതാവെന്ന അർത്ഥം അതിൻ്റെ. അതുകൊണ്ട് അബ്ബ കോമ പിതാവേ എന്ന് വിളിക്കുന്ന ഒന്നിൻ്റെ മലയാളമാണത്. അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് അയച്ചു. പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതേ പദപ്രയോഗം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലുമുണ്ട്. അവിടെയും ഇവിടെയും അതൊരുപോലെയാ പറയുന്നത്. സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇപ്പോൾ 2 പേരും കൂടെ ഉണ്ട് ദൈവാത്മാവിനെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും മറ്റൊന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നും 2 പേരുകൾ കൂടെ ദൈവാത്മാവിന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഒൻപത് വാക്യങ്ങളിൽ 9 വിധത്തിൽ ദൈവാത്മാവിനെ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്രകാരം വെളിപ്പെടുത്തപ്പെട്ടത് 9 ആത്മാവായിട്ടല്ല, പിന്നെയോ ആത്മാവ് 9 സ്വഭാവത്തിൽ അത് പ്രാപിക്കുന്ന പുതിയ നിയമ ദൈവമക്കളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്രകാരമുള്ള പേരുണ്ടായത്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാകയാൽ സത്യത്തിൻ്റെ ആത്മാവുള്ളവർക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവർക്ക് അവരുടെ ജീവിതം സത്യത്തിലൂടെ പോകും. അതുകൊണ്ട് ആ ദൈവികമായ സ്വഭാവത്തെ ഈ ആത്മാവ് അകത്ത് ഇരുന്നു കൊണ്ട് പുറമേ ആ ദൈവികമായ സ്വഭാവത്തിലേക്ക് വഴി നടത്തുന്നു എന്നതുകൊണ്ട് അതനുസരിച്ച് ആത്മാവിന് പേര് കൊടുത്തു. ദൈവാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാകയാൽ ദൈവാത്മാവിനെ പ്രാപിച്ചവർ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും, പ്രാപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ വിധത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മെ ആക്കി തീർക്കുന്നതായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഏക പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പുതിയ നിയമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ വായിച്ച റോമർ 8:9 8:15 മതി, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. അത് നമ്മൾ പറഞ്ഞു. മറ്റൊരാത്മാവിൻ്റെ പേര് അവിടെ പറയുന്നത്. അവിടെ തന്നെ പുത്രത്വത്തിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്, അപ്പം തന്നെ ദാസ്യത്തിൻ്റെ ആത്മാവ്. അതേതാണ് ദാസ്യത്തിൻ്റെ ആത്മാവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്? ദാസ്യത്തിൻ്റെ ആത്മാവ് എന്നാണോ മലയാളത്തിൽ, ദാസ്യത്വത്തിൻ്റെ ആത്മാവാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താണെങ്കിലും ആ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലാക്കുന്ന ഒരാത്മവ്യാപാരമുണ്ട്. അതിനാണ് ദാസ്യത്തിൻ്റെ ആത്മാവെന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെയോ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിൽ നിന്നും, ന്യായപ്രമാണത്തിൽ നിന്നും, ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വിടുതൽ നൽകുന്ന
ഒരാത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണിത് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒരുപോലെ പറയുവാനായിട്ട് ഇടയായത്. ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഗലാത്യ സഭ ദാസ്യത്തിൻ്റെ ആത്മാവിലേക്ക്, ന്യായപ്രമാണത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിത്തിരിച്ച് വീണ്ടും അതിലായിത്തീർന്നപ്പോൾ അവരെ ആ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഈ ആത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിലും ഗലാത്യ 4-ാം അധ്യായത്തിലും പറയുന്ന ദാസ്യത്വത്തിൻ്റെ ആത്മാവ് ന്യായപ്രമാണത്തിൻ്റെ ആത്മാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ന്യായപ്രമാണം നിയമമായി കൊടുത്ത ഇസ്രായേൽക്കാരുടെ കാലത്തിൽ അന്നും ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ന്യായപ്രമാണത്തിലൂടെയാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഹാഗാറിൻ്റെ സന്തതികൾ എന്നവണ്ണമുള്ള ഒരനുഭവമാണ് എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാം ഹാഗാറിൻ്റെ സന്താന പരമ്പരകളിലല്ല, പിന്നെയോ വാഗ്ദത്തത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ സന്താന പരമ്പരകളിൽ ആയിരിക്കുന്നു എന്ന അവിടെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇവിടെയുള്ള യെരൂശലേം ഹാഗാറിനോട് തുല്യമാണ്. ഇവിടെയുള്ള യെരൂശലേം ഹാഗാറിനോട് തുല്യമാണ്. ആ ദാസ്യത്വത്തിൻ്റെ ആത്മാവിൻ്റെ വിശദീകരണമാണ്. എന്നാൽ മേലുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. നാം ആ യെരൂശലേമിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, സ്വർഗീയ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും, പിന്നെ ധാരാളമുണ്ട്, അടുക്കലല്ലയോ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മീതെയുള്ള യെരൂശലേം സ്വതന്ത്രമാണ്. നമുക്ക് ആ യെരൂശലേമായിട്ടാണ് ദൈവമക്കൾക്ക് ബന്ധമുള്ളത്. എന്നാൽ താഴെ ഒരു യെരൂശലേമുണ്ട്. അത് യഹൂദന്മാരുടെ തലസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനവും അതുപോലെ തന്നെ മതത്തിൻ്റെ തലസ്ഥാനമായ യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നതുമാണ്. ഈ താഴെയുള്ള യെരൂശലേം സാറയോട് അല്ല ഒക്കുന്നത്, അത് ഹാഗാറിനോടാണ് ഒക്കുന്നത്. അത് പ്രസവിക്കുന്നതെല്ലാം അടിമത്വത്തിലാണ്. ഹാഗാർ അടിമത്വത്തിലാണ്, ദാസിയാണല്ലോ. അതുകൊണ്ട് ദാസി പ്രസവിക്കുന്നവളെല്ലാം അടിമത്വത്തിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ഉപദേശമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് റോമ ലേഖനത്തിലൂടെ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. നമ്മൾ ഈ യെരൂശലേംകാരല്ല, നമ്മുടെ യെരൂശലേം സ്വർഗത്തിലുള്ളതാണ്, മീതെ ഉള്ളതാണ്, സ്വതന്ത്രമായതാണ്. അത് സാറയോട് ആണ് ഒക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കൾ ഈ യെരൂശലേമുമായിട്ട് ബന്ധപ്പെടേണ്ട, അത് ദാസ്യത്വത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ നാം മേധയുള്ള യെരൂശലേമുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്ന് അത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് എന്ന് പറഞ്ഞ് ദാസ്യത്വത്തിൻ്റെ ആത്മാവുണ്ട്, പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ട് എന്നുള്ള വിശദീകരണം അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്, ഒരു ദൈവ പൈതല് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. സത്യം ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും എന്തെല്ലാം വിഷയമാണെന്നും നമ്മൾ മനസ്സിലാക്കി ആ സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ആത്മാവിലെ ആരാധന എന്ന് നമ്മൾ സത്യത്തിലെ ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ആത്മാവിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഒന്നാമത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിലാണെങ്കിൽ ഈ ആധുനിക പെന്തക്കോസ്തുകാർ അവർ പഠിപ്പിക്കുന്ന പോലെ ആത്മാവ് പ്രാപിച്ചപ്പോൾ ലഭിച്ച തിരിയപ്പെടാത്ത അന്യഭാഷയിൽ ആരാധിക്കുന്നതിനാണ് ആത്മാവിലെ ആരാധനയെന്ന് അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ച് ചുരുക്കി വച്ചിരിക്കുന്നത്. അതല്ല, അത് സ്വഭാഷയിൽ ആരാധിച്ചാലും അന്യഭാഷയിൽ ആരാധിച്ചാലും ആത്മാവ് ഏതെല്ലാം നിലകളിൽ പ്രവർത്തിക്കുവാൻ പുതിയ നിയമത്തിൽ ദൈവം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വിഷയത്തിലൂടെ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലൂടെ, സത്യത്തിലൂടെ, ശക്തിയിലൂടെ, സ്നേഹത്തിലൂടെ, സുബോധത്തിലൂടെ, പുത്രത്വത്തിൻ്റെ ആത്മാവിലൂടെ, ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ എല്ലാം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആത്മാവിലൂടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ കാലമെല്ലാം അവർ പറയുന്ന പോലെ ആരാധിച്ചിട്ടും ജീവിതത്തിൽ സത്യം കാണാതെയും വിശുദ്ധി കാണാതെയും ശക്തി കാണാതെയും സുബോധം കാണാതെയും ദൈവസ്നേഹം കാണാതെയും ഇരിക്കുന്നതിനാൽ ആ ആത്മാവ് അങ്ങനെ ആയിരിക്കുകയില്ല എന്നുള്ളത് ഉറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഭാഷാപരമില്ലെന്നോ അന്യഭാഷ ഇല്ലെന്നോ
ഈ രണ്ടിനും അന്യഭാഷ എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തിരിയപ്പെടാത്ത ഭാഷ പറയുന്നതിനും മനുഷ്യർക്ക് തിരിയാത്ത ഭാഷ പറയുന്നതിനും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അവരവരുടെ മാതൃഭാഷയാകുന്ന തിരിയപ്പെടുന്ന ലിപികളുള്ളതായ ആ ഭാഷ പറയപ്പെടുന്നതും ഇതിനും ഭാഷാപരമെന്നും അന്യഭാഷാപരമെന്നും മറിച്ചും തിരിച്ചും പറയാറുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിൽ ലോകത്തിലുള്ള മനുഷ്യർ പറയുന്ന വിവിധ ഭാഷകളിൽ അന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു എന്ന് നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം ഭാഷയിൽ ഇവർ ഈ ഗലീലാക്കാരായിരിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരായ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ ആശ്ചര്യം കൂറിയത്. എന്നാൽ തിരിയാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് അവർ നോക്കിയപ്പോൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചവരാകുന്നു എന്ന് പരിഹസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഭാഷയിൽ മാത്രം ആരാധിക്കുന്നതല്ല, ആ ഭാഷയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന ഈ പറയുന്ന അനുഭവങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കേണ്ടിയിരിക്കുന്നു എന്ന ആത്മാവ് അകത്ത് വരുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം എടുത്തു കഴിയുമ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആത്മാവ് ഹൃദയത്തിൽ പകർന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ആത്മാവിൽ എന്ത് പകർന്നെന്നാണ് ഇവിടെ പറയുന്നത്? ദൈവ സ്നേഹത്തെ പകർന്നു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് അകത്തുണ്ട്, നിറവുണ്ട് എന്ന് പറയുവാൻ നമ്മൾ അന്യഭാഷ ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയിൽ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പരിശുദ്ധാത്മാവിനെ ദൈവസഭയിൽ ജ്വലിക്കേണ്ടതായ കൃപാവരങ്ങൾ 9 എണ്ണമാണെന്നും അതുമാത്രമല്ല അതിനേക്കാൾ കൂടുതൽ വരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവസഭ കൂടി വരുമ്പോൾ 9 കൃപാവരങ്ങൾ ജ്വലിക്കേണ്ടത് ആവശ്യമാകുന്നുവെന്നും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ. എന്നാൽ അങ്ങനെ വരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ആ ജ്വലിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങളെക്കാൾ എല്ലാം വിലപ്പെട്ടത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ആദ്യം തുടങ്ങുന്നതായ ദൈവസ്നേഹമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുവാനാണ് 12-ാം അധ്യായത്തിൽ ആത്മവരങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം 13-ാം അധ്യായത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് 14-ാം അധ്യായത്തിൽ സഭായോഗം എങ്ങനെ കൂടി വരുമ്പോൾ എങ്ങനെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃപാവരങ്ങൾ ആത്മാവിൻ്റെ വരങ്ങൾ 12-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ ദൈവമക്കൾ കൂടി വരുമ്പോൾ അവരുടെ കൂടിവരവ് എങ്ങനെ ആയിരിക്കണം എന്ന് ഇതിന് മധ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വരങ്ങൾ എങ്ങനെയാണ് സഭായോഗത്തിലേക്ക് വരേണ്ടത്? ദൈവസ്നേഹമാകുന്ന 13-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ദൈവസ്നേഹമാകുന്ന കവറിങ്ങിലൂടെയാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ വന്ന് അത് ക്രമീകൃതമായ നിലയിൽ ജ്വലിപ്പിക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പൗലൂസ് തന്നെയാണ് ഈ റോമാലേഖനത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ആ പൗലൂസ് തന്നെയാണ് കൊരിന്ത്യ ലേഖനവും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ദൈവസ്നേഹം ഹൃദയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുണ്ടെന്ന അർത്ഥം? ദൈവ സ്നേഹം. അതുകൊണ്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയത് ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് ഈ ദൈവാത്മാവിലെ ആരാധന എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വിഷയങ്ങൾ അതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവീക സ്വഭാവത്തിലൂടെ അവരെ ജീവിപ്പിക്കുന്നു, അവരെ പ്രവർത്തിപ്പിക്കുന്നു, അവരെ കൊണ്ട് പാടിപ്പിക്കുന്നു, അവരെ കൊണ്ട് ആരാധിപ്പിക്കുന്നു, അവരെ കൊണ്ട് പ്രസംഗിക്കുന്നു. എന്ത് ശുശ്രൂഷയാണെങ്കിലും ആത്മാവിൻ്റെ നിറവിലും ആത്മാവിൻ്റെ കൺട്രോളിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് ഇനിയും ആത്മാവിൻ്റെ ഒന്നാമത്തെ ഘടകമായ ദൈവാത്മാവ് എന്നുള്ള വിഷയം തീർന്നു. രണ്ടാമത് ഇനി മനുഷ്യൻ്റെ ആത്മാവ് ആണ്. റോമാലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരം വായിക്കാം.
എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന്. അതിന്റെ മുകളിൽ മുതൽ ആ വാചകം തുടങ്ങുന്നിടം മുതൽ വായിച്ചു മനസ്സിലാകത്തക്കവണ്ണം. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നവനായ ആ ദൈവം എനിക്ക് സാക്ഷിയാണ് എന്ന്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ല, അങ്ങനത്തെ ഇതിലല്ല, ഞാൻ എൻ്റെ ആത്മാവിലാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നത് മനുഷ്യാത്മാവാണ്. ഒരു മനുഷ്യനിൽ പുറമേ നിന്ന് നോക്കിയാൽ ദേഹം, പിന്നെ ദേഹി, പിന്നെ ആത്മാവ്. അകത്തുനിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ആത്മാവ്, ദേഹി, ദേഹം. ഈ ദേഹത്തിന് ഇപ്പോൾ പറയുന്നത് ജഡമെന്നാണ്. ദേഹത്തിന്, ശരീരത്തിന് ഇപ്പോൾ പറയുന്ന വാക്ക് പാപം ചെയ്തതിന് ശേഷം പാപത്തിൽ ഉരുവായവരും ജനിക്കുന്നവരും ജീവിക്കുന്നവരുമായ ആളുകളുടെ ഈ ശരീരം ദുഷിച്ചതുകൊണ്ട്, പാപത്താൽ ദുഷിച്ചതുകൊണ്ട് ദുഷിച്ച ശരീരത്തിൻ്റെ പേരാണ് ജഡമെന്ന് പറയുന്നത്. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഗലാത്യ ലേഖനം 19-ാം അധ്യായത്തിൽ 15 കൂട്ടം ലിസ്റ്റിൽ പറയുമ്പോൾ നമുക്കറിയാം ഈ ജഡത്തിൻ്റെ സ്വഭാവം, ഈ ദുഷിച്ച ശരീരത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ജഡത്തിൽ ഒരു വ്യക്തിക്ക് ആരാധിക്കാൻ കഴിയും. ദൈവമക്കളായാലും ജഡത്തിൽ ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാനായിട്ട് കഴിയും, പ്രസംഗിക്കാൻ കഴിയും, ആരാധിക്കാൻ കഴിയും, പാടാൻ കഴിയും. ഇതൊക്കെ ശരിയാ. അതുകൊണ്ട് ജഡത്തിലെ ആരാധനയുണ്ട്. അല്പം കൂടെ നല്ലതാണ്, ഇതിനേക്കാൾ ജഡത്തിലെ ആരാധനയേക്കാൾ മെച്ചമാണ് ദേഹിയിലെ ആരാധന. ദേഹിയിലെ ആരാധന. അപ്പോൾ ദേഹിയിൽ ആരാധിക്കാനായിട്ട് കഴിയും, ശുശ്രൂഷിക്കാനായിട്ട് കഴിയും, പാടാനായിട്ട് കഴിയും, പ്രസംഗിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ശ്രേഷ്ഠമാണ് മനുഷ്യൻ്റെ തന്നെ ആത്മാവിൽ കൂടെ വരുന്ന ആരാധന. അപ്പോൾ ന്യായപ്രമാണ കാലത്ത് ഇവൻ്റെ ആത്മാവിലും അല്ല ആരാധിക്കുന്നത്, പിന്നെയോ അവൻ്റെ ദേഹിയിലും അവൻ്റെ ജഡത്തിലുമാണ് ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് ലൗകികമായ കൂടാരങ്ങളും ജഡീകമായ നിയമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അപ്രകാരമുള്ള ആരാധനയാണ്. ആരാധിക്കാൻ ഒരു സ്ഥലം വേണം, യാഗം നടത്താൻ ഒരു ക്രമീകരണം വേണം, ചെയ്യാനായിട്ട് പുരോഹിതൻ വേണം, അവന് ധരിക്കാനായിട്ടുള്ള വേഷങ്ങൾ വേണം, എന്തെല്ലാം നിയമങ്ങളാണ്. അങ്ങനെ ലൗകികമായ കൂടാരങ്ങളും ജഡീകമായ നിയമങ്ങളും ഉണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പൗലൂസ് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം അവരെ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ, എന്നാൽ ആദ്യ നിയമത്തിനും ഇപ്പോഴുള്ള നിയമം ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. ആദ്യ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. എന്നാൽ ആദ്യ നിയമത്തിനും, അതായത് ന്യായപ്രമാണത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ കൂടെയുള്ള ആരാധന, അതാണ് ന്യായപ്രമാണത്തിലെ ആരാധന, അതാണ് ആദ്യ നിയമത്തിൻ്റെ ആരാധന. അതിന് ലൗകികമായ വിശുദ്ധ മന്ദിരം വേണം, ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ അനുസരിക്കണം. ഒരു കൂടാരം ചമച്ചു, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിയുകയില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമെത്രേ. ഇനിയത്തെ ശ്രദ്ധിക്ക്. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ.
ഇതാണ് ആ ന്യായപ്രമാണത്തിലുള്ള ആരാധനയെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് ചുരുക്കമായിട്ട് അപ്പോസ്തലനായ പൗലൂസ് എബ്രായ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ ആരാധന. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ആരാധനയായിരുന്നില്ല. ചട്ടങ്ങൾ അനുസരിച്ച് പുറമേ നിന്ന് ജഡത്തിലേക്ക് അടിച്ചു കയറ്റി ദേഹിയിൽ വരെ കടന്നിട്ട് ചെയ്യുന്ന ആരാധനകളായിരുന്നു. ഊനമില്ലാത്ത ഒരു ആടിനെ അർപ്പിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിൽ ഊനമുള്ള ആടിനെ കൊണ്ടുവന്ന് അർപ്പിക്കാവോ? ഇല്ല. ഊനമുള്ള ആടെ ഒരുത്തനുള്ളെങ്കിൽ ഊനമില്ലാത്ത ആടിനെ അവൻ പണം കൊടുത്ത് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കഷ്ടനഷ്ടം സഹിക്കണം. അത് എന്ത് ചെയ്താലും വേണ്ടില്ല, ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് ആയിരിക്കണം. നിയമമാണ്. അപ്പോൾ ആ നിയമം അങ്ങ് അനുസരിച്ചേക്കുക. ആ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അർപ്പിക്കാൻ ഇവൻ്റെ ഹൃദയോ മനസ്സോ നന്നാകണോ? വേണ്ട. ഇവിടെ പള്ളി, അവർക്കവിടെ പള്ളി സമാഗമന കൂടാരമുണ്ട്, യെരൂശലേം പള്ളിയുണ്ട്, ന്യായപ്രമാണമാകുന്ന നിയമങ്ങളുണ്ട്, എല്ലാ സെറ്റപ്പുകളുമുണ്ട്. ഇങ്ങനെയുള്ള ആദ്യ നിയമത്തിൻ്റെ ആരാധനയുടെ കാര്യമാണ് ഇത് പറഞ്ഞത്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തിൽ വന്നതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ നിർത്തിയത്. രണ്ടാമത് അവൻ്റെ സ്വന്തം ആത്മാവിൽ, ജഡത്തിലല്ല, അവൻ്റെ ദേഹിയിലല്ല, അതിനപ്പുറത്ത് മനുഷ്യ ഘടകത്തിലെ ഏറ്റവും വലിയ ഘടകമായ അകത്തിരിക്കുന്ന ആത്മാവിലൂടെ തന്നെ അവൻ ആരാധിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം അതിന് സാക്ഷിയാണ് എന്ന്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മാവിലെ ആരാധന പുതിയ നിയമത്തിൽ ഉള്ളതാണ്. എന്നാൽ ഈ മനുഷ്യാത്മാവിലെ ആരാധനയും ആരുടെ സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്? ദൈവാത്മാവിൻ്റെ സഹായം കൊണ്ടാണ്. എന്നാൽ ദൈവാത്മാവിൻ്റെ സഹായം മാത്രമല്ല, ദൈവാത്മാവ് ദൈവത്വത്തിലെ ഒരു ദൈവമായിരിക്കാൽ, തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവമായിരിക്കാൻ ആ ആത്മാവ് തന്നെ അകത്തിരുന്നു കൊണ്ട് ആരാധിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മനുഷ്യാത്മാവിലുള്ള ആരാധന, മനുഷ്യാത്മാവിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ ജഡത്തിലെ അല്ല, ദേഹിയിലെ അല്ല എന്നുള്ളതിന് ഊന്നൽ കൊടുക്കുന്നു. പഴയ നിയമകാലത്ത് ജഡത്തിലും ദേഹിയിലുമായിരുന്നു. അവൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം അന്നുണ്ടാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുക അവരുടെ പ്രമാണം. എന്നാൽ ഇവിടെ എൻ്റെ നീതിമാൻ ഈ ജഡം വിശ്വസിക്കോ? ഇല്ല. നമ്മുടെ ദേഹി വിശ്വസിക്കോ? ഇല്ല. വിശ്വാസം എവിടെ നിന്നാ വരുന്നത്? അകത്ത് നിന്നാ. ദൈവ സഹായത്താൽ, ദൈവാത്മ സഹായത്താൽ, മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ആത്മരക്ഷ പ്രാപിച്ചത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. അതാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അപ്രകാരം വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഇനി അവൻ്റെ ജഡത്തിലെ ആരാധന ആവശ്യമില്ല, ദേഹിയിലെ ആരാധന ആവശ്യമില്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട ആരാധന അവൻ്റെ തന്നെ ആത്മാവിലൂടെ നടത്താനായിട്ട് കഴിയും. അകത്ത് നിന്ന് ദൈവജീവനാൽ വരുന്ന ഒരാരാധന. അതുകൊണ്ടാണ് പൗലൂസ് അങ്ങനെ പറഞ്ഞത്. റോമർ 1:10 എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇനി ഉൽപ്പത്തി 2:7 വായിക്കുമ്പോൾ ഈ മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ച കാര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച യഹോവയായ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കയറ്റി. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ ആ മൺകൂടാരത്തിലേക്ക് യഹോവയായ ദൈവം ഈ മൺകൂടാരത്തിൻ്റെ മൂക്കിനകത്തേക്ക് തൻ്റെ വായ കൊണ്ട് ആ ദൈവശ്വാസം ഊതി കയറ്റി ബലൂണിലേക്ക് ഊതി വീർപ്പിക്കുന്ന ആളുടെ ശ്വാസം, വായു അങ്ങോട്ട് കയറ്റുന്ന പോലെ തന്നെ കയറ്റിയപ്പോൾ ഈ മൺകൂടാരം സജീവമായി തീർന്നു. അതൊരു വ്യക്തിയായി മാറി. അപ്പോൾ എന്തായി തീർന്നു? ആത്മാവ് ഉണ്ടായി, ദേഹി ഉണ്ടായി, ദേഹം ഉണ്ടായി. ദേഹം നിലത്തെ പൊടി കൊണ്ട് കുഴച്ചു വെച്ചുകൊണ്ടിരുന്നതാ, അത് സജീവമായി തീർന്നു. അസ്ഥിയും മാംസവും മജ്ജയും ജീവനുമുള്ള 3 ഘടകമുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ഈ സൃഷ്ടിച്ചപ്പോൾ ഈ 3 ഘടകമുള്ള വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള ആത്മാവായെന്നോ ജീവനുള്ള ശരീരമായെന്നോ അല്ല. ആത്മാവിനും ജീവനുണ്ട്, ശരീരത്തിനും ജീവനുണ്ട്. എങ്കിലും വ്യക്തിത്വം, മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് ലോകത്തിൽ കാണപ്പെടുന്നതും അറിയപ്പെടുന്നതും എന്താണ്? ദേഹിയാണ്. അതുകൊണ്ട് ജീവനുള്ള ദേഹി എന്ന് പറയുന്നത് ഏതോ പാട്ടിലൊക്കെ ഉണ്ടല്ലോ, ജീവനുള്ള ദേഹി വരുവന്നു. ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞ ഏതൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവനല്ല, ദേഹിയല്ലേ? പാട്ട് ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും ഈ ആശയത്തിലാണ്. അതുകൊണ്ട് ദേഹം, ദേഹി, ആത്മാവുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആ വ്യക്തിത്വത്തെ ആദ്യമായി അറിയിക്കുന്നത് എന്തെന്ന് പറഞ്ഞാണ്? ജീവനുള്ള
ദേഹി. മനുഷ്യൻ ദേഹി മാത്രമാണെന്നല്ല, ജീവനുള്ള ദേഹി. അതാണ് ആ വ്യക്തിത്വം. എന്നാൽ സക്കറിയ 12:1 വന്നപ്പോഴാണ് ആ വ്യക്തിത്വത്തിൽ ആത്മാവുണ്ട് എന്ന് പറയുന്നത്. ദേഹി മാത്രമല്ല, ഒരാത്മാവുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് പഴയ നിയമത്തിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12:1. പ്രവാചകം ഇസ്രായേലിനെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോ മനുഷ്യാത്മാവിനെ അവന്റെ അകത്ത് ദൈവം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ നിർമ്മിച്ചു വെച്ചത്? കർത്താവ് മണ്ണ് കുഴച്ചുണ്ടാക്കിയപ്പോഴാണോ? അല്ല, തൻ്റെ ജീവശ്വാസം ഊതിക്കയറ്റിയപ്പോഴാണ് ആത്മാവിനെ നിർമ്മിച്ചത്. അതുകൊണ്ട് ഭൂമിക്ക് അടിസ്ഥാനമിട്ട, ആകാശത്തെ വിരിച്ച ഈ സൃഷ്ടി മുഴുവൻ നടത്തിയവൻ മനുഷ്യൻ്റെ അകത്ത് അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ സൃഷ്ടി നടന്നത് എപ്പോഴാണ്? ഏദൻ തോട്ടത്തിലാണ്, അല്ലേ? ആദാമൻ അങ്ങനെ നടന്നു, ഹവ്വയ്ക്ക് വേറൊരു വിധത്തിൽ നടന്നു. ആദാമിനെ ഉറക്കിയിട്ട് ആദാമിൻ്റെ അസ്ഥിയെടുത്തും ആദാമിൻ്റെ ഞരമ്പെടുത്തും ആദാമിൻ്റെ മാംസമെടുത്തും എല്ലാം ആണ് ആരെ നിർമ്മിച്ചത്? ഞാനും ഓർത്ത് പണ്ട് ഒരു വാരിയലെടുത്ത അത് എന്നാ കാണിച്ച ഇങ്ങനെയാ ഒരു സ്ത്രീ ആക്കി വെച്ചതെന്ന് ഓർത്തിട്ടുണ്ട്. പിന്നീടല്ലേ കാര്യം മനസ്സിലായത്. സ്ത്രീ എന്ന് പറയുന്ന ആക്സിഡൻറ്റ് പറ്റി അവയവങ്ങൾ നഷ്ടപ്പെട്ട് തകർന്നു പോകുമ്പോൾ അതൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന സർജറിയൊക്കെ ചെയ്ത് എടുക്കുന്നത് ഈ മനുഷ്യൻ്റെ തന്നെ അവിടുന്നും ഇവിടുന്നും എല്ലാം എടുത്താണ്, അല്ലേ? ഈ ആർട്ടിലൊക്കെ ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ അത് ബൈപ്പാസ് സർജറി, ആ ബ്ലോക്ക് മാറ്റാതെ കണ്ട് ബ്ലോക്ക് ഇല്ലാത്തയിടത്ത് നിന്ന് ഒരു കുഞ്ഞു ഞരമ്പ് കൊടുത്തിട്ട് ബ്ലോക്കിൻ്റെ ഇപ്പറേക്ക് അതിങ്ങനെ ഘടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കിടക്കാനായിട്ടാണ് ബ്ലോക്ക്. എന്നാൽ ആ ബ്ലോക്കിന് അപ്പുറത്ത് ഈ ഞരമ്പ് ഘടിപ്പിച്ചിട്ട് ലൂസായിട്ട് ആ ഞരമ്പ് വഴി ഈ ബ്ലോക്കിന് താഴെ ഘടിപ്പിക്കുമ്പോൾ ശരിയായില്ലേ? അതാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ആ ഞരമ്പ് എവിടുന്നാണ് എടുക്കുന്നത്? ഇവൻ്റെ തന്നെ ഹൃദയത്തിലെ ആ ചെറിയ ഞരമ്പിനാണല്ലോ ബ്ലോക്ക് വന്നത്. ആ ഞരമ്പ് അവൻ്റെ ശരീരത്തിൽ നിന്ന് എവിടുന്നെങ്കിലും എടുക്കും. അപ്പോൾ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെയാണ് പ്ലാസ്റ്റിക് സർജറി. അത് ആദാം തന്നെ പറഞ്ഞു. സൃഷ്ടിച്ച് ഹവ്വയെ ആദാമിനെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ ഇവൾ നരനിൽ നിന്ന് എടുത്തിരിക്കുന്നവളാ, അതുകൊണ്ട് അവക്കടെ പേര് നാരി. അത് മാത്രമല്ല, ഇവളിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ബാക്കി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ ത്വക്കിൽ നിന്ന് ത്വക്ക്, എൻ്റെ മജ്ജയിൽ നിന്ന് മജ്ജ, എൻ്റെ അസ്ഥി മാംസവും പറഞ്ഞു, ഞരമ്പിൽ നിന്ന് ഞരമ്പ്. അങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവനുള്ള മനുഷ്യനിൽ നിന്ന് ജീവനുള്ള കോശങ്ങൾ എടുത്താണ് മറ്റൊരു തരത്തിൽ ആരെ സൃഷ്ടിച്ചത്? ഹവ്വയെ സൃഷ്ടിച്ചത്. അപ്പോഴും ഹവ്വയിൽ എന്തുണ്ട്? ദേഹം, ദേഹി, ആത്മാവുണ്ട്. അത് മറ്റൊരു സൃഷ്ടി. അങ്ങനെ രണ്ട് സൃഷ്ടി ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് ദാമ്പത്യ ബന്ധങ്ങളിലൂടെ, ഗർഭധാരണത്തിലൂടെ, പ്രസവത്തിലൂടെ അടുത്ത തലമുറയെ സംജാതമാക്കത്തക്കവണ്ണം ദൈവം പ്ലാനും പദ്ധതിയും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഉൽപ്പത്തി 2:7 ആദ്യ മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹം, ദേഹി, ആത്മാവായി എഴുന്നേറ്റ് വന്നപ്പോൾ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവനുള്ള ദേഹിയാണെന്ന്. അവൻ ആത്മാവുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിൽ പിന്നീട് സക്കറിയ 12:1 എന്നാൽ 3 ഘടകവും ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:23 പുതിയ നിയമത്തിൽ. മനുഷ്യനുള്ള 3 ഘടകവും ഉണ്ട് എന്ന്. 3 ഭാഗം കൊണ്ടാണ് മനുഷ്യനിലെ 3 ഘടകത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. മുഴുവനും ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദേഹം, ദേഹി, ആത്മാവിനെ മുഴുവൻ ശുദ്ധീകരിക്കണമെന്ന അങ്ങനെ 3 ഘടകമുണ്ട് എന്ന് ഇപ്രകാരമാണ് പറഞ്ഞ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പുതിയ നിയമത്തിൽപ്പെട്ട ദൈവമക്കൾ ഈ 3 ഘടകമുള്ളവരാണ്. അതുകൊണ്ട് അവർ ആരാധിക്കേണ്ടത് ഏത് ഘടകത്തിലൂടെയാണെന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ആത്മാവിലൂടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്താൽ അവൻ്റെ ആത്മാവിൽ നിന്ന് ആരാധന പുറത്തേക്ക് വരണം. ആ ആരാധന ദേഹിയെയും ദേഹിയിൽ കൂടെ വ്യാപരിച്ച് ദേഹത്തിലൂടെ വ്യാപരിച്ചാണ് പുറത്തേക്ക് വരേണ്ടത്. ആ ആരാധനയുടെ ചേഷ്ടകൾ
എവിടെയാ കാണപ്പെടുന്നത്? ദേഹത്തിലാണ്. ആ ആരാധനയുടെ ബുദ്ധിയും വികാരം വെളിപ്പെടുന്നതും ബുദ്ധിയോടെ ആയിരിക്കുന്നതും ഇച്ഛയിൽ അതേതാ? ദേഹിയിലാണ്. അങ്ങനെയാണ് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ദൈവാത്മാവ് ആത്മാവിനെ കൺട്രോൾ ചെയ്ത്, ആത്മാവിൽ കൂടെ ദേഹിയെ കൺട്രോൾ ചെയ്ത്, പിന്നെ ദേഹത്തെ കൺട്രോൾ ചെയ്ത്, ഇതാണ് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ദൈവജീവനുള്ള ആരാധന. അത് മനുഷ്യൻ്റെ ആത്മാവിലെ ആരാധനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വാക്യം കൂടി വായിക്കാം. 1 കൊരിന്ത്യർ 2:11. 1 കൊരിന്ത്യർ 2:11. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും? മതി. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ മറ്റാരും അറിയുന്നുമില്ല. ദൈവത്തിലുള്ളത് അറിയാൻ ദൈവാത്മാവിനെ പറ്റത്തുള്ളൂ. മനുഷ്യനിലുള്ളത് അറിയാൻ മനുഷ്യാത്മാവിനെ പറ്റത്തുള്ളൂ. അതവിടെ പറഞ്ഞിരിക്കും. അപ്പം മനുഷ്യനാത്മാവുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ദൈവത്തിലുള്ളത് അറിയാൻ മനുഷ്യാത്മാവിനെ കൊണ്ട് സാധ്യമല്ല, മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവ് അറിയും. അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്? ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആകയാൽ ആ ദൈവാത്മാവ് അവിടെ നിന്ന് ദൈവം തന്ന മനുഷ്യാത്മാവിൽ വരുന്നത് കൊണ്ട് ദൈവാത്മാവിലൂടെ മനുഷ്യാത്മാവിലൂടെ ഈ 3 ഘടകങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഈ വ്യക്തിത്വം ആരുമായി ബന്ധപ്പെടും? ദൈവാത്മാവ് വഴി ബന്ധപ്പെടും. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണം. നമ്മുടെ ശരീരത്തിന് നേരിട്ട് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെടുവാൻ പറ്റത്തില്ല. ശരീരം ഏതിലൂടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ? ദേഹിയിൽ കൂടെ മാത്രമാണ്. ഈ ആത്മാവ് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ബന്ധപ്പെടുവാൻ പറ്റത്തില്ല. ആത്മാവ് എങ്ങനെയാണ് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ? ദേഹിയിലൂടെയാണ്. അതുകൊണ്ട് ഈ ആത്മാവ് ഒരു വശത്തുണ്ട്, ഏറ്റവും അകത്തുണ്ട്, പുറത്ത് ദേഹമുണ്ട്. പക്ഷേ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഇത് തമ്മിൽ ബന്ധപ്പെടുവാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? ദേഹി. അതുകൊണ്ടാണ് ആ ഘടകത്തിന് പ്രാധാന്യം വന്നത്. ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് ഏതിലൂടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? ദേഹിയിലൂടെ. ദേഹം നേരിട്ട് ആത്മാവിലേക്ക് കിടക്കാൻ പറ്റില്ല. ഇതിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ ബന്ധപ്പെടുവാനുള്ള ഏക ഘടകമാണ് ദേഹി. അതുകൊണ്ടാണ് ആ വ്യക്തിത്വം ദേഹിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താൻ്റെ ജീവൻ വസിക്കുന്ന ഈ ദേഹവും അതുപോലെ തന്നെ മനുഷ്യജീവൻ കുടിയിരിക്കുന്ന ദേഹിയും തമ്മിൽ ചേർന്നാൽ ആത്മാവിനെ ക്ഷീണപ്പെടുത്താൻ കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അറ്റാക്ക്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ കൂടെ ദേഹിയെ കയ്യിലെടുത്തിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ ജഡം തകർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാ ഈ ദൈവജീവൻ, മനുഷ്യജീവൻ, സാത്താന്യ ജീവൻ. അതൊരു ദൈവ പൈതലില്ല ഇത് 3 ഉള്ളത്. ദൈവ പൈതലല്ലാത്തതിൽ 2 ജീവനേ ഉള്ളൂ. ഏതാണ്? സാത്താന്യ ജീവനും മനുഷ്യജീവനുമേ ഉള്ളൂ. എന്നാൽ ദൈവ പൈതലിൽ നിത്യജീവൻ എന്ന് പറയുന്ന ദൈവജീവൻ കൂടെ ഉള്ളതിനാൽ, അപ്പോൾ ദൈവജീവനുണ്ട്, അത് ആത്മാവിലാണ്. മനുഷ്യജീവനുണ്ട്, അത് ദേഹിയിലാണ്. സാത്താൻ്റെ ജീവനുണ്ട്, അത് നമ്മുടെ ജഡത്തിലാണ്, നമ്മുടെ അവയവങ്ങളിലാണ്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും അതങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യാത്മാവിലുള്ള ആരാധന ഇപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവാത്മാവിൽ ആരാധനയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാത്മാവിൽ ആരാധനയുണ്ട്. അടുത്തത് ആത്മാവ്. പിന്നെ ഇനി ഏതാ ഉള്ളത്? 3-ാമത്തത് സാത്താൻ്റെ ആത്മാവ്, പിശാചിൻ്റെ ആത്മാവ്. അതുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാത്താൻ്റെ ആത്മാവ്. ഇപ്പം ദൈവാത്മാവിനെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയത് ചിന്തിച്ചു. മനുഷ്യാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. സാത്താൻ്റെ ആത്മാവ് എന്നുള്ളതിൻ്റെ വേദഭാഗം വെളിപ്പാട് 16:13. വെളിപ്പാട് 16:13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. മതി. ദൈവിക തൃത്വമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സാത്താന്യ തൃത്വമാണ് മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് താരതമ്യം ചെയ്യാൻ പറ്റുമോ? ദൈവിക തൃത്വത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് സാത്താന്യ തൃത്വത്തിൽ ആരാ നിൽക്കുന്നത്? ശരിയായില്ല. ദൈവിക തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പിതാവിൻ്റെ സ്ഥാനത്ത് സാത്താന്യ തൃത്വത്തിൽ ആര് നിൽക്കുന്നു?
മഹാസർപ്പം. അവനാ സാത്താൻ, ഒറിജിനൽ പിശാശ്. ദൈവിക തൃത്വത്തിൽ പുത്രന്റെ സ്ഥാനത്ത് സാത്താന്യ തൃത്വത്തിൽ ആര് നിൽക്കുന്നു? മൃഗം. മൃഗം സമം ആരാ? ആന്റിക്രൈസ്റ്റിന്റെ പേരാ, എതിർ ക്രിസ്തുവിന്റെ പേരാ. സ്വഭാവം അനുസരിച്ചായി ദൈവം അവനെ എന്ത് വിളിച്ചത്? മൃഗം എന്ന് വിളിച്ചത്. ഹെരോദ രാജാവിനെ എന്നാന്നാ വിളിച്ചേ? ഒരിക്കൽ കുറുക്കൻ. ആ കുറുക്കനോട് പോയി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് അങ്ങനെ വിളിച്ചതാ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്നും രാജാവാണെന്നും ഒക്കെ അറിയാം. പക്ഷേ അവൻ്റെ യാഗം, അവൻ്റെ സ്വഭാവം എന്തിനോട് തുല്യമാണ്? ഇനിയിപ്പോൾ കുറുക്കൻ്റെ സ്വഭാവം ഞാൻ വിശദീകരിക്കേണ്ട, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കുറുക്കൻ്റെ സ്വഭാവം എന്നാന്ന്. എന്തെല്ലാം പറഞ്ഞാലും ആ സ്വഭാവം എല്ലാം ആർക്കുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്? ഹെരോദ രാജാവിന്. അതുകൊണ്ട് സാത്താൻ്റെ ആത്മാവ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് സാത്താൻ്റെ തൃത്വത്തിൽ ആരാ നിൽക്കുന്നത്? കള്ളപ്രവാചകൻ. പ്രവചനം തന്നെയാണല്ലോ അവൻ്റെ ജോലി, അല്ലേ? ശരി, പ്രവാചകൻ്റെ ജോലി പ്രവചനം, കള്ളപ്രവാചകൻ്റെ ജോലിയും പ്രവചനം. പക്ഷെ എന്ത് പ്രവചനമായിരിക്കുന്നേ ഉള്ളൂ? കള്ളപ്രവചനം ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും ഞാൻ നോക്കുമ്പോൾ തവളയെപ്പോലെ ഓരോ ആത്മാവ് ചാടി ചാടി അങ്ങ് പോകുന്നുണ്ട്. 3 എണ്ണത്തിൻ്റെ വായിൽ കൂടെ ആത്മാവ് വ്യാപരിക്കുന്നു. അത് തവളയെപ്പോലെ ചാടി ചാടി അങ്ങ് പോവുക ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സാത്താന്യ തൃത്വത്തിൽ 3 പേർക്കും എന്തുണ്ട്? സാത്താൻ്റെ ആത്മാവ് ഉണ്ട്. ആ സാത്താൻ്റെ ആത്മാവ് 3-ൽ നിന്നും ഇങ്ങനെ ലോകത്തിലേക്ക് പോയി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ലൂക്കോസ് 9:55 സാത്താൻ്റെ ആത്മാവിൻ്റെ കുറേ വിശദീകരണം പറയാൻ പോവുക. ലൂക്കോസ് 9:55 ഒന്ന് വായിച്ചാട്ടെ. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. ആ സന്ദർഭം നമുക്കറിയാം. ഒരു ദിവസം രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ഇവരെ ശിഷ്യന്മാരെ അയച്ചിട്ട് കർത്താവ് ചെല്ലാനിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഈ 2 പേരെ വീതം മുൻകൂട്ടി അയച്ചു. അങ്ങനെ അവർ ശമരിയിൽ ചെന്നു. ശമരിയിൽ ചെന്ന് കർത്താവ് വരാൻ പോവുകയാണ്, പ്രവർത്തിക്കാൻ പോവുകയാണ്, ഇതിലെ കടന്നു പോകാൻ പോവുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ താമസിക്കാനാണോ ഇതുവഴി വേറെ വല്ലയിടത്തും പോകാനാണോ എന്ന് അവർ ചോദിച്ചു. യെരുശലേമിലേക്കാണ് പോകുന്നത്, ഇവിടെ സ്ഥിരതാമസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ പറ്റൂല്ലെങ്കിൽ ഇനിയിപ്പം അതിനായിട്ട് ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാൻ പറ്റത്തില്ല, ഇവിടെ വരണമെന്നില്ല, പ്രവർത്തിക്കണമില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ ശിഷ്യന്മാർക്ക് വല്ലാത്ത ദേഷ്യവും നിരാശയും ബുദ്ധിമുട്ടും തോന്നി. അവർക്ക് തോന്നിയ വികാരം ഇവരെ ഒരു മര്യാദ പഠിപ്പിക്കണമെന്ന. എന്നിട്ട് ആ കാര്യം ശമരിയക്കാർ വേണ്ടവണ്ണം നമ്മെ സ്വീകരിച്ചിട്ടില്ല, മാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം നിന്നോട് പറയട്ടെ, പണ്ട് തീയിറക്കി ആരെയോ നശിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ, ഏലിയാവിൻ്റെ കാലത്തൊക്കെ പറഞ്ഞ പോലെ തീ ഇറക്കി അവരെ നശിപ്പിക്കാവോ എന്ന് ചോദിക്കുക. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നല്ല ആത്മാവിലാണല്ലോ എനിക്ക് വഴിയൊരുക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. ഇപ്പം നിങ്ങൾ ഏത് ആത്മാവിന് അധീരനാണെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. അതിനാ പറഞ്ഞത്, ഇവർക്ക് ദേഷ്യം തോന്നിയപ്പോൾ, നിരാശ തോന്നിയപ്പോൾ, പകരം വീട്ടണം, അവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത വന്നപ്പോൾ അപ്പം തന്നെ ആത്മാവ് എന്ത് ചെയ്തു? മാറിപ്പോയി. ഇപ്പം വേറൊരാത്മാവാ അവരുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് പറയുക, നിങ്ങളിപ്പോൾ ഏതാത്മാവിന് അധീനരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം നോക്കിക്കേ, നാം അറിയാതെ തന്നെ മറ്റ് ദൈവാത്മാവല്ലാത്ത ആത്മാവിന് ദൈവമക്കൾ വിധേയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് തോന്നിയോ ഞങ്ങളിപ്പോൾ വേറൊരു ആത്മാവിലാണോ എന്ന്? അല്ല, ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി എരിഞ്ഞു പൊരിഞ്ഞാൽ വരുന്നത്. അവരെ നമുക്ക് പാഠം പഠിപ്പിക്കണം. പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല, മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിപ്പാൻ വന്നതാണ്. എൻ്റെ വരവിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ അതാ. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ വരവിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെ തകർക്കാനായിട്ടാണ്. ഏതാത്മാവിന് അധീനരെന്നറിയുന്നില്ല. നമ്മുടെയൊക്കെ സ്വഭാവം ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെയും പിന്നെയും ഇങ്ങനെ ആത്മാവ് മാറിക്കേറി വരുന്നതും മാറിക്കേറി ഇറങ്ങിപ്പോകുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏതാത്മാവ്, അതാ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏതാത്മാവിന് അധീനപ്പെട്ടിരിക്കുന്നു? ഒരു കാര്യം നമുക്കറിയാം, ദൈവാത്മാവിനല്ല. പിന്നെ ഏതാത്മാവിനാ? സാത്താൻ്റെ
വകയിൽപ്പെട്ട ഏതൊരാൾ ശത്രുതയുടെ ആത്മാവ്, ശത്രുക്കളെ നശിപ്പിക്കണമെന്നുള്ള പഴയ നിയമത്തിൽ എന്തായിരുന്നു? ശത്രുക്കളെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. പ്രാർത്ഥന മുഴുവൻ അതാ, സങ്കീർത്തനം മുഴുവൻ അതാ. അവിടുത്തെ പ്രമാണവും അതാ. ഒരുത്തൻ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കാം, ഒരുത്തൻ്റെ കൈ ഇങ്ങോട്ട് ഒടിച്ചാൽ അങ്ങോട്ട് ഒടിക്കാം, കണ്ണിന് പകരം പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെയാ പ്രമാണം. അതാണോ പുതിയ നിയമത്തിലെ പ്രമാണം? ഇന്ന് ഈ ദൈവസഭക്കാരിൽ 3/4 ഇങ്ങനെയാണ്. ദൈവദാസന്മാരും ഈ പ്രമാണത്തിലാണ്. പഴയ നിയമത്തിലെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞേച്ച് ഇപ്പം നമുക്ക് ശത്രുവിനെ വകവരുത്താം, പ്രാർത്ഥിച്ചോളാനാണ് പറയണത്. ശത്രുവിനെ വകവരുത്താൻ പ്രാർത്ഥിക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടോ? പുതിയ നിയമത്തിലെ വ്യവസ്ഥ തന്നെ ശത്രുവിനെ സ്നേഹിച്ചോണം, ശത്രുവിനെ സ്നേഹിച്ചോണം. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവർക്കെതിരെ അവർക്കായി പ്രാർത്ഥിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കുന്നവരെ തിരിച്ചങ്ങോട്ട് അനുഗ്രഹിച്ചോണം. ഇങ്ങോട്ട് തിന്മകൾ ചെയ്യുന്നവർക്കെതിരെ അങ്ങോട്ട് നന്മകൾ ചെയ്യണം. ഇത് ചെയ്യാതെ ഒരൊറ്റ എണ്ണം സ്വർഗത്തിൽ പോവുമോ? സ്വർഗത്തിൽ എവിടെയെങ്കിലും കയറി പറ്റിയാലും വേണ്ടില്ല, പ്രതിഫലത്തിന് ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരെ ചെന്നാലും അതുകൊണ്ടാകുന്നില്ല. ഒരൊറ്റ എണ്ണം ഈ സ്വഭാവമില്ലാത്ത, കർത്താവിൻ്റെ സ്വഭാവമില്ലാത്തത് വല്ലതും നിങ്ങൾ വിചാരിക്കുന്നു? ശത്രുവിനെ കൊല്ലാനും ഉപദ്രവിക്കുന്നവനെ പീഡിപ്പിക്കാനും ശപിക്കുന്നവനെ 25 ശാപം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് തിന്മ ചെയ്യുമ്പോൾ, ഒരു തിന്മ ചെയ്യുമ്പോൾ 4 തിന്മ അങ്ങോട്ട് ചെയ്തും ജീവിക്കുന്ന ആളുകൾ യേശുവിൻ്റെ കാന്തയാവുമോ? മലങ്കര സഭയുടെ അംഗങ്ങളാവും. മറ്റു സഭയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ സഭയുടെ അംഗങ്ങളാവും. ഞാനും നിങ്ങളുമൊക്കെ ചുഴിഞ്ഞ് ചിന്തിച്ചാൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ. എന്നാൽ ഇതറിയാതെ തന്നെ സംഭവിക്കുന്നു. ആ ശിഷ്യന്മാരോട് പറഞ്ഞത് ഏതാത്മാവിന് അധീരനാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാൻ മേല, പക്ഷേ എനിക്കറിയാം. നമുക്കറിവില്ലാതെ തന്നെ എന്താ അറിയാൻ മേലാതെ വരുന്നത്? ഈ പഴയ നിയമത്തിൻ്റെ ആത്മവ്യാപാരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ന്യായപ്രമാണം അങ്ങനെ ആയതുകൊണ്ട് ആ ന്യായപ്രമാണം വേദപുസ്തകത്തിൽ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ജീവിക്കാനായിട്ടുള്ള പ്രമാണത്തിലാണ് നമ്മളും മുമ്പോട്ട് പോകുന്നത്. അതൊരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രമാണത്തിൻ്റെ പേരെന്താന്നാ പറഞ്ഞത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് വിടുതൽ തന്നു. ഒരു പ്രമാണം മറ്റൊരു പ്രമാണത്തിൽ നിന്ന് വിടുതൽ തന്നു. ഏത് പ്രമാണത്തിൽ നിന്നാണ് വിടേണ്ടത്? ന്യായപ്രമാണത്തിൽ നിന്ന്. അത് വിടുവിക്കുന്ന പ്രമാണം ഏതാ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നാ പറഞ്ഞത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നമ്മുടെ കർത്താവിനെ നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തിലായിരിക്കുന്നവരെ വിലയ്ക്ക് വാങ്ങി അവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാണ്, പുത്രത്വത്തിൻ്റെ ആത്മാവിൽ അവരെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് വേറൊരു തരം ആത്മാവാണ്, ന്യായപ്രമാണത്തിൻ്റെ ആത്മാവ്. അത് ഏതാത്മാവാന്നാണ് ചോദിക്കുന്നത്, കർത്താവ് ചോദിക്കുന്നത്. അടുത്തത് 2 കൊരിന്തി 11:4 വായിച്ചാട്ടെ. 2 കൊരിന്തി 11:4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അവിടെ പറയുന്നത് വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. നമ്മുടെ വിഷയം ആത്മാവാണ്. അതുകൊണ്ട് അവിടെ പറയുന്ന ആത്മാവിൻ്റെ പേരെന്താ? വേറൊരു ആത്മാവ്. അപ്പോസ്തലന്മാരിലൂടെ 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിൻ്റെ മാളിക മുതൽ വ്യാപരിച്ച ആത്മാവല്ലാത്ത മറ്റൊരാത്മാവിനെ ആ അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആരോ കൊണ്ടുവന്ന് സഭയിൽ പകർത്തുന്നുണ്ട്. അതാ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കും, ഞങ്ങളിലൂടെ വ്യാപരിക്കാത്ത മറ്റൊരാത്മാവ് സഭയിൽ വ്യാപരിക്കും, ഞങ്ങൾ പറയാത്ത വേറൊരു സുവിശേഷം വന്ന് സഭയിൽ പറയും. അങ്ങനെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് പോയാൽ, കല്യാണ നിശ്ചയം ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും സർപ്പം എന്ന ഔവ്വയെ ഉപായത്താൽ ചതിച്ച് പാപം ചെയ്യിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ഉടമ്പടി തെറ്റിച്ച് യേശുക്രിസ്തുവുമായിട്ട് കല്യാണം കഴിക്കാതെ വേറെ എവൻ്റെയെങ്കിലും കഴുത്തിൽ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശുക്രിസ്തുവാകുന്ന ഏകപുരുഷനുമായി നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവസഭയെ വിവാഹം നടത്താതെ തകർക്കാൻ തക്കവണ്ണം ഇവിടെ സാത്താൻ കൊണ്ടുവരുന്ന 3 വിഷയങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് യേശുവും ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവും ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷവുമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അത് പറഞ്ഞു പഠിപ്പിച്ചത് ഈ കുന്നുമേ പൗലോസ് അല്ല, 1-ാം പൗലോസാ അല്ലേ?
കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യ സഭ വിവാഹ നിശ്ചയം ചെയ്തെന്ന് പറഞ്ഞതാരാ? പൗലോസ് അപ്പോസ്തലനല്ലേ. എന്നാൽ വിവാഹ നിശ്ചയം പാഴായി പോകാൻ, ക്യാൻസലായി വിവാഹം നടക്കാതെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സാധ്യത എന്നാ? വേറൊരു യേശുവും വേറൊരു ആത്മാവും വേറൊരു സുവിശേഷവും കൂടി അത് തകർക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആരെ വിളിച്ചാലും ആര് ശുശ്രൂഷിച്ചാലും എന്ത് ശുശ്രൂഷ ചെയ്താലും വ്യാപരിക്കുന്ന ആത്മാവ് മാറ്റമുണ്ടോ എന്നും, പറയുന്ന സുവിശേഷം മാറ്റമുണ്ടോ എന്നും, അവതരിപ്പിച്ച് വയ്ക്കുന്ന യേശു മാറ്റമുണ്ടോ എന്നും വിവേചിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ വേറൊരു ആത്മാവെന്ന് പറഞ്ഞു. അടുത്തത് 2 തെസ്സലോനിക്കർ 2:2. 2 തെസ്സലോനിക്കർ 2:2. ഈ മാറ്റമുള്ള ആത്മാവെല്ലാം ആരിൽ നിന്ന് വരുന്നതാ? സാത്താനിൽ നിന്ന് വരുന്നതാ. എന്നാൽ അശുദ്ധാത്മാവായിട്ടോ ദുരാത്മാവായിട്ടോ ഗദരദേശത്തെ പിശാചിബാധയുടെ മേഘത്ത് കയറിയ ആത്മാവായിട്ടോ ഒന്നുമല്ല വരുന്നത്. ഇതെല്ലാം മറ്റൊരു പ്രത്യേക തരത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അറിയാനും തിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. മതി. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള കാലം വരുമ്പോൾ നിങ്ങൾ സുബോധം വിട്ട് ഞെട്ടിപ്പോകരുത്. എന്തെന്തുകൊണ്ട്? വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ വല്ല ലേഖനത്താലോ. ഒറിജിനൽ ലേഖനമല്ല, ഒറിജിനൽ ആത്മാവുമല്ല, ഒറിജിനൽ വചനവുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വല്ല ആത്മാവ്, അത് പ്രവചനമാണ്. അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓർക്കണം. 1 കൊരിന്ത്യർ 2:12 ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വായിച്ചാട്ടെ. അടുത്ത ആത്മാവ് നാം പ്രാപിച്ചത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ, പിന്നെയോ ദൈവത്തിൽ നിന്നുള്ളത് എന്താ എന്നറിയാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ആയിരുന്നല്ലോ എന്ന് പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 2:12 ലോകത്തിൻ്റെ ആത്മാവ്. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച കോരിന്ത്യ സഭയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ചെന്ന് നോക്കുമ്പോൾ ആ വ്യക്തികൾ അന്യഭാഷ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, കൃപാവരങ്ങൾ ഇപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്, ആരാധന അടിപൊളിയായി നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ആത്മാവ് മാറി എന്ന് കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ടേ കഴിഞ്ഞോളൂ. നടത്തിയ പാസ്റ്റർക്കൊന്നും ഒരു വെളിപ്പാടും കിട്ടിയില്ല. പിന്നെ ആർക്കാ സാധിച്ചത്? സഭ സ്ഥാപിച്ച പൗലോസ് അപ്പോസ്തലനാ. എന്നിട്ട് ചോദിച്ചു, നമ്മൾ പ്രാപിച്ച ദൈവാത്മാവിനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കയറി അടിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവാ. ലോകത്തിൻ്റെ ആത്മാവ് കയറിയത് കൊണ്ടാണ് അവിടെ ആ ഏടാകൂടമെല്ലാം ഉണ്ടായത്. സ്നാനത്തിൻ്റെ പേരിൽ ഗ്രൂപ്പിസം ഉണ്ടായത്. ഇന്നും എന്തെങ്കിലും ഗ്രൂപ്പിസം ഉണ്ടായെങ്കിൽ ഏതാത്മാവ് കയറുമ്പോഴാണ്? ലോകത്തിൻ്റെ ആത്മാവ് കയറുമ്പോഴാണ്. പിന്നെ ഈർഷ്യയും പിണക്കവും അവരിൽ ഉണ്ടായത്. പിന്നെ വ്യവഹാരങ്ങൾ ഉണ്ടായത്. ഒരുത്തൻ ദുർനടപ്പിലേക്ക്, ജാതികളിടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പിലേക്ക് പോയത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് അവരകത്തിക്കൊണ്ടിരുന്നത്, ഇല്ലാത്തവരെ ലജ്ജിപ്പിച്ചുകൊണ്ടിരുന്നത്. കർത്തൃമേശ അയോഗ്യമായി ഭക്ഷിച്ചിട്ട് പെട്ടെന്ന് കോരിന്ത്യ സഭയിൽ കുറേ പേര് ബലഹീനത വന്നു, കുറേ പേര് രോഗികളായി, കുറേ പേര് അധികം പേരും മരിച്ചും പോയി. അപ്പോഴാണ് പൗലോസിന് കാര്യം മനസ്സിലായത്, സംതിങ് റോങ് കോരിന്ത്യ സഭയിലുണ്ട്. ഇന്നും ഈ ദൈവസഭയിൽ ബലഹീനത വർദ്ധിക്കുമ്പോഴും രോഗങ്ങൾ ആടി പലരുമ്പോഴും പെട്ടെന്ന് മരിച്ചു പോകുമ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, കർത്തൃമേശ അയോഗ്യതയോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്തു. അയോഗ്യതയോടുകൂടെ കർത്തൃമേശ ഭക്ഷിച്ച് പാനം ചെയ്യാനുള്ള അയോഗ്യതയുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്രകാരമാക്കി തീർത്തത് എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് കടന്നതുകൊണ്ടാണ്. പക്ഷേ അവർക്കറിഞ്ഞുകൂടാ ലോകത്തിൻ്റെ ആത്മാവ് വന്നു എന്ന്. അതുകൊണ്ട് ദൈവാത്മാവ് ലഭിച്ചപ്പോൾ ഉള്ള കാര്യാദികൾ ഉണ്ടായിരിക്കുകയും അത് ഓർത്ത് നമ്മൾ ദൈവാത്മാവെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് കയറി അടിക്കാൻ സാധ്യതയുണ്ട്? ലോകത്തിൻ്റെ ആത്മാവ് കയറി അടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു വല്ലാത്ത ആത്മാവാ, സംസ്കാരമുള്ള ആത്മാവാ, പരിഷ്കാരമുള്ള ആത്മാവാ, വിദ്യാഭ്യാസമുള്ള ആത്മാവാ, ശാസ്ത്രീയ മുന്നേറ്റമുള്ള ആത്മാവാ, പല ടെക്നിക്ക് അറിയാവുന്ന ആത്മാവാ ഈ ലോകത്തിൻ്റെ ആത്മാവ്. ലോകത്തിൽ എന്തെല്ലാം ടെക്നിക്കുകളുണ്ടോ ആ ടെക്നിക്ക് മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവാണ് എന്ത്? ലോകത്തിൻ്റെ ആത്മാവ്. നമുക്കൊന്നേ തിരിച്ചറിയാവുള്ളൂ, ഏതെങ്കിലും ഒരു അശുദ്ധാത്മാവോ ദുരാത്മാവോ മനുഷ്യനിൽ കയറിയിട്ട് ആ പൈശാചിക ചേഷ്ടകളെല്ലാം കാണിച്ച് ഇല്ലേ, ഞാൻ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞൊക്കെ, അങ്ങനത്തെ ഒരാത്മാവ് മാത്രം എന്താത്മാവാണെന്നറിയാം? സാത്താൻ്റെ ആത്മാവാണെന്നറിയാം. ബാക്കി ഈ പറയുന്ന ആത്മാവൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതൊരു പരമാർത്ഥമാണ്. എന്നാൽ അറിയാവുന്ന ദൈവത്തിനറിയാം, അല്ലെങ്കിൽ ആത്മവിവേചനമുള്ളവർക്കറിയാം ആത്മാവ് മാറിപ്പോയെന്ന്. ഇത് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ
മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലല്ല ഇരിക്കുന്നത്, 2 നൂറ്റാണ്ട് തീർന്നു, 2011 ഈ 11 മൂന്നാം നൂറ്റാണ്ടിൻ്റെയാണ്. നമ്മുടെ അവസ്ഥ ഇതിനേക്കാൾ എത്രയോ കഠോരമായിരിക്കും, ഭയാനകമായിരിക്കും. പക്ഷേ ആർക്കും അതേക്കുറിച്ച് അറിയത്തില്ല. നിശ്ചയമായിട്ടും ഈ ആത്മാക്കൾ സാത്താനിൽ നിന്നുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. അടുത്തത് 2 തെസലോനിക്കർ 2:12. 2 തെസലോനിക്കർ 2:12. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒന്നോടെ വായിച്ചേ. സത്യത്തെ വിശ്വസിക്കാതെ എന്ത് ചെയ്യുന്നില്ല? സത്യത്തെ വിശ്വസിക്കാതിരിക്കുന്ന ഒരനുഭവം. പൗലൂസ് തന്നെ ഗലാത്യ സഭയോട് പറഞ്ഞു, ഞാൻ ദൈവിക സത്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളത് വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല എന്നെ ശത്രുവായിട്ട് കാണുന്നു എന്നാ പൗലൂസ് പറയുന്നത്. അപ്പം സത്യത്തെ വിശ്വസിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അടുത്തത്, സത്യത്തെ വിശ്വസിക്കാതെ നീതിയിൽ രസിക്കേണ്ടതിന് പകരം അനീതിയിൽ രസിക്കാൻ തോന്നുന്ന ഒരനുഭവം ഉണ്ടാകും. അത് അടുത്തതാ, അനീതിയിൽ രസിക്കാൻ തോന്നുന്ന ഒരനുഭവം. ന്യായവിധി വരേണ്ടതിന് അങ്ങനെയുള്ളവർക്ക് ന്യായവിധി വരേണ്ടിയിരിക്കുന്നു. അതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് വരുന്ന ആളുകളുടെ മേൽ ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം അയച്ചു കൊടുക്കുന്നു. സാത്താനാണ് അയച്ചു കൊടുക്കുന്നത്, അല്ല, ന്യായവിധിയായിട്ട് ദൈവം അയച്ചു കൊടുക്കുന്നു. ഏത് ഭോഷ്കം കേൾക്കുന്നതിന് മുമ്പ് സത്യമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഏത്? വ്യാജത്തിൻ്റെ ആത്മാവ്, വ്യാജാത്മാവ്. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയെ ഭോഷ്ക് വിശ്വസിക്കുമാർ ദൈവം തന്നെ വ്യാജത്തിൻ്റെ ആത്മാവിനെ അയച്ചു കൊടുക്കുന്നു. അന്നേരം ഈ പുള്ളി ഓർക്കണത് പണ്ട് പെന്തക്കോസ്തിൽ ഇറങ്ങിയ ആത്മാവാന്ന. അങ്ങനെയാണോ? അല്ല. സത്യത്തെ അനുസരിക്കാതിരിക്കുകയും അനീതിയിൽ രസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ന്യായവിധിയായിട്ട് ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? മുഴുവൻ ഭോഷ്കും വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി, വ്യാജത്തിൻ്റെ ആത്മപ്രവാഹം ദൈവം അയച്ചു കൊടുക്കും. അത് നമ്മൾ ഭയത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. മതി. കർത്താവായ ക്രിസ്തുവേശുവിനെ സ്വീകരിക്കാതിരിക്കുന്ന ഏതാത്മാവായാലും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടാറായി. എന്നാൽ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരത്താൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. ദൈവസഭക്കാരുടെ സ്നേഹം തണുത്തു പോകുന്നെങ്കിൽ, ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും സ്നേഹത്തിന് തണുപ്പ് പറ്റുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം, എതിർ ക്രിസ്തുവിൻ്റെ ആത്മവ്യാപാരം ശക്തിമത്തായിട്ട് അവരിലുണ്ട് എന്നാണ്. അതങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് യേശു കർത്താവായ ക്രിസ്തുവേശുവിനെ വിശ്വസിക്കാത്ത ആത്മാവ് മുഴുവൻ ആരുടെ ആത്മാവാ? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാ. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പേര് അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വ്യാപാരം. എതിർ ക്രിസ്തുവിൻ്റെ പേര് അധർമ്മ മൂർത്തി. അടുത്തത് 1 യോഹന്നാൻ 4:6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. അവിടെ 2 ആത്മാവിന്റെ പേര് പറയുക. സത്യത്തിന്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും ഇതിനാൽ അറിയാം. അപ്പോ വഞ്ചനയുടെ ആത്മാവ്, ഒരുത്തം വഞ്ചിക്കുമ്പോൾ നമ്മൾ വഞ്ചനയിൽ അകപ്പെട്ടു പോവുക. വഞ്ചനയുടെ വർത്തമാനം വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവുക. അതാ വഞ്ചിക്കുന്ന ആത്മാവ്. അവിടെ എന്നാ പറഞ്ഞത്? സർപ്പം ഔവയെ ഉപായത്താൽ ചതിച്ച പോലെ, വഞ്ചിച്ച പോലെ ഇന്നും വഞ്ചിക്കാനായിട്ട് വരും എന്നാ പറഞ്ഞിരിക്കുന്നത്. വഞ്ചനയുടെ ആത്മാവ്. റോമർ അത് നമ്മൾ പറഞ്ഞു, റോമർ 8:15 ന്യായപ്രമാണത്തിൻ്റെ ആത്മാവ് നാം പ്രാപിച്ചത് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ, ആ ദാസ്യത്വത്തിൻ്റെ ആത്മാവ് അത് നമ്മൾ പറഞ്ഞതാ. അതും ഈ സാത്താനിൽ നിന്ന് വരുന്ന സത്യാത്മാവിനെതിരെ വരുന്നതാണ് ന്യായപ്രമാണത്തിൻ്റെ ആത്മാവ്.
യഹൂദനെ സംബന്ധിച്ചിടത്തോളം വ്യാപരിക്കേണ്ട ആത്മാവ് ഏത് തന്നെയാണ്? ന്യായപ്രമാണത്തിലൂടെ വ്യാപരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ആത്മാവ് മതി. അവൻ്റെ പ്രമാണം അതാണ്. എന്നാൽ ദൈവമക്കളുടെ പ്രമാണം അത് അല്ല. 10 കൽപ്പന പോലും നമ്മൾ 10 കൽപ്പന അനുസരിക്കുന്നവരല്ലേ? അല്ലേ? 10 അനുസരിക്കുമോ? ദൈവപ്രമാണം 10 ജനിച്ചപ്പം മുതലേ ക്രിസ്തീയ പള്ളിയിൽ നിന്ന് പഠിക്കണതാ. ദൈവപ്രമാണം 10. ഈ 10 നമ്മൾ 10 ഉപ്പി അനുസരിക്കുമോ? ഏതാ അനുസരിക്കാത്തത്? ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, ശനിയാഴ്ച ആചാരം, അത് നമ്മൾ ചെയ്യുമോ? അപ്പം നമ്മൾ 10 കൽപ്പനയിൽ ഇപ്പോൾ എത്ര അനുസരിക്കുള്ളൂ? 9. ആ 9-ൽ പൗലോസ് 8 അനുസരിച്ചിട്ട് 9ാമത് മോഹിക്കരുതെന്ന് പറഞ്ഞ് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പിടിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് മറ്റേത് സാധിച്ചതുപോലെ സാധിച്ചില്ല. അവിടെയാണ് അവന് വിടുതലില്ലായ്മ വന്നതും വിടുതൽ കിട്ടിയതും ഒക്കെ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ ഈ വക മോഹത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്തു വരുമ്പോൾ തിന്മയായി പോകുന്നു. ഇല്ലേ? എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ടെന്ന് എനിക്കിപ്പോൾ പിടികിട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് 9 പ്രമാണവും നമ്മൾ ഇന്ന് അനുസരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അനുസരിക്കുന്നു? മോശ മുഖാന്തരൻ ഇസ്രായേലിനെ എഴുതി കൊടുത്തത് കൊണ്ടല്ല നമ്മൾ അനുസരിക്കുന്നത്. ആ പ്രമാണത്തിൽ ഈ 9 പ്രമാണവും കർത്താവ് എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അതിലെ 9 അനുസരിക്കുന്നത്. ശനിയാഴ്ച ആചരിക്കാൻ കർത്താവ് പഠിപ്പിച്ചില്ല, നമ്മളെ പരിശുദ്ധാത്മാവും പഠിപ്പിച്ചില്ല. അതിന് പകരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവസഭ അപ്പം നുറുക്കാൻ കൂടി വന്നുകൊണ്ടിരുന്നു. വിശുദ്ധന്മാരുടെ ധർമ്മശേഖരണത്തിനും വചനപ്രഘോഷണത്തിനും കർത്തൃമേശ നടത്താനുമായിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ കൂടി വന്നുകൊണ്ടിരുന്നു എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടത് അവസാനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ 10 കൽപ്പന 9 കൽപ്പന അനുസരിക്കുന്നത് പഴയ നിയമത്തിൽ മോശയ്ക്ക് എഴുതി കൊടുത്തത് കൊണ്ടല്ല, ഇസ്രായേൽക്കാർക്ക് കിട്ടിയത് കൊണ്ടല്ല. പിന്നെയോ അതെല്ലാം കർത്താവ് എടുത്ത് നമ്മളെ വീണ്ടും പഠിപ്പിച്ചു. വ്യഭിചാരം ചെയ്യരുതെന്ന് പൂർവികന്മാരുടെ അരുളിച്ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേൾക്കുന്നുവല്ലോ. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു, ശാരീരിക വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരം മോഹം വരെയും ഹൃദയ വ്യഭിചാരം ആണ്. അപ്പോൾ അങ്ങനെയെല്ലാം കർത്താവ് തിരുത്തി മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. എടുത്തു പറഞ്ഞിട്ടുള്ള കൽപ്പന ആയതുകൊണ്ടാണ് നമ്മൾ 9 അനുസരിക്കുന്നത്. അല്ലാതെ ന്യായപ്രമാണക്കാരുടെ പകർത്തിയതല്ല. അതിൽ പകർത്തരുതെന്ന് പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും വേറെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ അനുസരിക്കുകയും ചെയ്യാൻ ബാധ്യതയാണ്. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. മോശയുടെ കൽപ്പന ആചരിക്കില്ലെന്ന് തോന്നിയാൽ മോശയുടെ കൽപ്പന ആചരിക്കാൻ പോയതല്ല, അത് കർത്താവ് എടുത്തു പറഞ്ഞ് അതിൻ്റെ കടുപ്പം വർദ്ധിപ്പിച്ച് നമുക്ക് തന്നതുകൊണ്ടാണ്. ആ കൽപ്പനയുടെ സ്വഭാവം പോലും പ്രവർത്തനമായിട്ട് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവിനാൽ സാധിക്കാമെന്ന് ഉള്ളത് കൊണ്ടാണ് കർത്താവ് അത്രത്തോളം കാഠിന്യമാക്കിയത്. അടുത്തത് ഭീരുത്വത്തിൻ്റെ ആത്മാവ്. നമ്മൾ ആദ്യം അല്ല, പുതിയ നിയമത്തിൽ പെന്തക്കോസ്തിന് ശേഷം അവരെല്ലാ ദിവസവും ദേവാലയത്തിൽ യഹൂദന്മാരുടെ പള്ളിയിൽ കൂട്ടായ്മയ്ക്ക് കൂടി വന്നിരുന്നു. എന്നാൽ അപ്പം നുറുക്ക് നടത്താനായിട്ട് ആ പള്ളിയിൽ ഇവർക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിശ്വാസിയുടെ വീട്ടിൽ ചെന്ന് അപ്പം നുറുക്കി ഭക്ഷിക്കുകയും കർത്തൃമേശ നടത്തുകയും സ്നേഹവിരുന്ന് നടത്തി ഭക്ഷിച്ച് ഉല്ലാസമായിട്ട് പോവുകയും ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും കൂടി വരുവാനും കർത്തൃമേശ നടത്താനും സാധ്യമല്ലാതെ വന്നു. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആണ് അവർ ഒരുമിച്ച് കൂടി വന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അപ്പം നുറുക്കാൻ കൂടി വന്ന ശുശ്രൂഷയിൽ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരമുണ്ട്, അതുപോലെ വചന ശുശ്രൂഷയുണ്ട്. പിറ്റന്നാൾ പൗലോസ് പുറപ്പെടുവാൻ എങ്ങോട്ടോ യാത്ര പോകാനായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് പ്രസംഗമങ്ങ് നീണ്ടുപോയി. അപ്പോഴാണ് കിളിവാതിക്കലിരുന്ന യൂത്തിക്കോസ് ഉറങ്ങി താഴെ ചാടിയത്. ഓർക്കുന്നില്ലേ? പിന്നെ പൗലോസ് വന്ന് ജീവിപ്പിച്ച് കൊണ്ടുപോയി പ്രസംഗിച്ച് തീർത്ത് കർത്തൃമേശ നടത്തി അന്ന് അത് അവസാനിപ്പിച്ച് പോയി. അപ്പം 3 കാര്യങ്ങൾ ദൈവമക്കളുടെ കൂടിവരവിലുണ്ടായിരുന്നു. ഇന്നത്തെ ആരാധനയും പ്രോഗ്രാമൊന്നും അല്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കുന്ന അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിലും അടിസ്ഥാന ഉപദേശത്തിൽ എന്നാ പറഞ്ഞാൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും
പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 കാര്യങ്ങൾ കൂടി വരുമ്പോൾ ചെയ്തു പോന്നു എന്നാൽ പിന്നീട് അതോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് അപ്പം നുറുക്കാൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതുപടി ഉണ്ട്, അപ്പോസ്തലരുടെ ഉപദേശമുണ്ട്. എന്നാൽ ഇല്ലാത്ത ഒരു കാര്യം വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മശേഖരമാണ്. ഈ 3 കാര്യങ്ങൾ നടത്തിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇത്രയുമല്ലാതെ പുതിയ നിയമത്തിൽ കൂടി വന്നതിൻ്റെ മറ്റൊന്നും കാണാനായിട്ടില്ല. ഇത് മെല്ലെ മെല്ലെ ട്രഡീഷനായിട്ട് വന്ന് പഴയ നിയമത്തിൻ്റെ കൂടിവരവ് പോലെയും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് വന്നതാണ്. ശാബത്ത് ദിവസത്തെ ആചരിപ്പാനുള്ളത് അവർക്കാ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി മുഴുവൻ നടത്തിയിട്ട് 7-ാം ദിവസം യഹോവയായ ദൈവം വിശ്രമിച്ചു. ആ 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ചു, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം 6 ദിവസം അതെ, ആ ആദ്യ കാര്യമാണ്. ദൈവമല്ല ഈ 7-ാം ദിവസത്തെ ആക്കിയത്, ന്യായപ്രമാണത്തിലല്ല. ദൈവമാണ് 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ചത്. പറയാം, ദൈവമാണ് 7-ാം ദിവസം വിശുദ്ധീകരിച്ചത്. ആ ദൈവം 7-ാം ദിവസം വിശുദ്ധീകരിച്ചിരിക്കുന്ന ശാബതാചരണം കൽപ്പനയാക്കി ഇസ്രായേലിന് എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. അന്നേരമാണ് അത് മാറ്റമില്ലാത്ത കൽപ്പനയായിട്ട് ഇസ്രായേലിന് വന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 7-ാം ദിവസമായ ശാബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞത് ദൈവം 6 ദിവസം പ്രവർത്തിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥതയെടുത്തതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 6.5 ദിവസത്തിലാണ് അവന് സൃഷ്ടിക്കപ്പെട്ടത്. 6.5 ദിവസം വേറെ സൃഷ്ടി കെടുത്തിയിട്ട് 7-ാം ദിവസത്തിൻ്റെ അവസാനം 6.5 കഴിഞ്ഞിട്ടുള്ള ആ ദിവസത്തിലാണ് എന്ത് സൃഷ്ടി നടത്തിയത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ 6 ദിവസം വർക്ക് ചെയ്യാൻ പോവുകയല്ല, അവൻ്റെ ആദ്യത്തെ ദിവസം അവന് സ്വസ്ഥതയായിരുന്നു. യഹോവയ്ക്ക് 7-ാം ദിവസം സ്വസ്ഥതയായിരുന്നപ്പോൾ മനുഷ്യന് 1-ാം ദിവസം സ്വസ്ഥതയായിരുന്നു. അതാ പ്രമാണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്നത്. ഇതിൽ ശാബത്ത് ആചരിക്കണമെന്ന് പറയുന്നവർ 6 ദിവസം ദൈവം എല്ലാം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം തന്നെ സ്വസ്ഥമായി 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. അത് പ്രമാണമാക്കി ഇസ്രായേൽക്കാർക്ക് കൊടുത്തു. അതുകൊണ്ട് 7-ാം ദിവസം ശാബത്ത് ആചരിക്കണമെന്നുള്ള നിയമം ശാബത്ത് ആചരിക്കുന്നവരെല്ലാം കയ്യിലെടുത്തിരിക്കുന്നു. എന്നാൽ മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവന് റെസ്റ്റ് കിട്ടിയത് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ട് 1-ാം ദിവസമാണ്. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവികമായ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ വിനിയോഗിച്ചു. കർത്താവിൻ്റെ മരണത്തെക്കാളും കബറടക്കത്തെക്കാളും ശ്രേഷ്ഠമേറിയത് അവൻ്റെ പുനരുദ്ധാനമാണ്. യേശു ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ കേൾവിയും വ്യർത്ഥം. അതുകൊണ്ട് നാമും മരിച്ചിട്ട് ഉയർക്കുമെന്നുള്ളതിൻ്റെ ഏക പ്രത്യാശ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവ് മരിച്ച ദിവസമാണ് വെള്ളി, അല്ലേ? ആ കണക്കിൽ പിന്നെ ഞായറാഴ്ച രാവിലെയാണ് അവൻ ഉയർത്തത്. അതുകൊണ്ട് മരണത്തെക്കാളും കബറടക്കത്തെക്കാളും ഉയർപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ദിവസങ്ങളിൽ പ്രാധാന്യം കൊടുക്കാമെങ്കിൽ ഏത് ദിവസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഉയർപ്പിനാണ്. പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് യഹൂദന്മാരിൽ നിന്ന് വന്നവരും യഹൂദ കണക്കിൽ ആയിരിക്കുന്നതും കൊണ്ട് ഞായറാഴ്ച രാവിലെ നമ്മൾ പോകുന്നത് പോലെയല്ല. ദിവസം തുടങ്ങുന്നത് തലേ ദിവസം സന്ധ്യയ്ക്കാണ്. ഞായറാഴ്ച ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. അതെപ്പം വരെയുണ്ട് ആ ദിവസം? ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ. എന്നാൽ ഇപ്പോൾ സൂര്യവർഷം നിലവിലിരിക്കുന്നത് കൊണ്ട് രാത്രി 12 മണിക്ക് ദിവസം അവസാനിച്ച് മറ്റത് ആരംഭിക്കുകയും അടുത്ത ദിവസം രാത്രി 12 മണി വരെ 24 മണിക്കൂറാക്കി വയ്ക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് ഇപ്പം നമ്മളീ നോക്കുന്നത്. എന്നാൽ ഈ അപ്പം നുറുക്കാൻ കൂടി വന്നതെല്ലാം സന്ധ്യയ്ക്ക്, ശനിയാഴ്ച സന്ധ്യയ്ക്ക്. കാരണം ശനിയാഴ്ച 6 മണി കഴിഞ്ഞാൽ ദിവസം ഏതാണ് അവരുടെ കണക്കനുസരിച്ച്? ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് വെളുക്കുന്നതിന് മുമ്പേ ഈ പരിപാടി നടത്തിയിട്ട് പോയത്. അങ്ങനെയാണ് ആ നാട്ടിൽ അന്ന് കൂടി വന്നത്. എന്നാൽ നമ്മളിപ്പോൾ അങ്ങനെ കൂടുന്നില്ല. ചിലരിങ്ങനെ കൂടുന്നവരുമുണ്ട്. ആ കണക്കനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് കൂടി നടക്കുന്നവരുമുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്ത് ഇത് മാറിയിരിക്കുന്നു. നമുക്ക് രാത്രിയാകുമ്പോൾ വേറൊരു രാജ്യത്തിന് വെളുപ്പാങ്കാലം, പകൽക്കാലം, ഇങ്ങനെ ലോകത്തിൽ മാറി വരുന്നത് കൊണ്ട് അവരവരങ്ങനെ ആചരിക്കുക എന്നുള്ളതല്ലാതെ ഒരു നിയമം വെച്ചാൽ അതപ്പോൾ ചിലർക്ക് പാതിരാത്രിയാകും, ചിലർക്ക് വെളുപ്പാങ്കാലമാകും, ചിലർക്ക് നട്ടുച്ചയാകും എന്നുള്ള വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ആ പ്രമാണം നമ്മൾ എടുക്കുന്നില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അങ്ങനെ കൂടി വരുന്നു. അതുകൊണ്ട് മനുഷ്യൻ 1-ാം ദിവസമാണ് റെസ്റ്റ് എടുത്തത്. റെസ്റ്റ് എടുത്തതിന് ശേഷം അവൻ പ്രവർത്തിച്ചു. ദൈവം 6 ദിവസം അധ്വാനിച്ചു, 7-ാം ദിവസം റെസ്റ്റ് എടുത്തു. ഇങ്ങനെയാണ് അതിൻ്റെ ആ വ്യത്യാസം. ഇത് പരിശുദ്ധാത്മാവ് ഈ പറയുന്ന പോലെ നിഷ്കർഷ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞായറാഴ്ച തന്നെ അല്ല, ശനിയാഴ്ച തന്നെ ആക്കുമായിരുന്നു. ശനിയാഴ്ച യഹൂദന്മാരുടെ ശബത്തായിരുന്നത് കൊണ്ട് ആ ശബത്തിൽ ഇത് ചെയ്യാൻ അവർക്ക് അനുവാദം യഹൂദന്മാരുടെ വീടുകളിലോ പള്ളികളിലോ കിട്ടിയിരുന്നില്ല. എന്നാൽ ദിവസം ആരംഭിക്കുന്നത്
ശനിയാഴ്ച 6 മണിക്കായതുകൊണ്ട് ശബത്ത് തീർന്നു. ഇനി ദിവസം ഏതാണ്? അതുകൊണ്ട് ആ സമയത്താണ്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആരംഭത്തിലാണ്. നമുക്ക് ആരംഭം എന്ന് പറയുന്നത് രാത്രി 12 മണിക്കാണ്. രാത്രി 12 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വെളുത്തിട്ട്, അപ്പോൾ ഓരോ രാജ്യത്തും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ എന്തു പറഞ്ഞാണ് അതിലേക്ക് പോയത്? കൽപ്പനകളുടെ ആചരണം. അപ്പോൾ 10 കൽപ്പന, 9 കൽപ്പന നമ്മളിന്ന് ആചരിക്കുന്നു എങ്കിൽ, ശാബത്ത് ദിവസത്തിന് പകരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നമ്മൾ സഭായോഗം കൂടി വന്ന് അപ്പം നുറുക്കുന്നു എങ്കിൽ, ഇത് 10ഉം ആര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്? കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മളത് അംഗീകരിക്കുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മൾ പറഞ്ഞതാ. നാം പ്രാപിച്ചത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. അവിടെ 3 ആത്മാവിൻ്റെ കാര്യം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേർത്തു. എന്നാൽ ചേർക്കാത്ത ആത്മാവുണ്ട്. നാം പ്രാപിച്ച ആത്മാവ് എന്തല്ലെന്നാണ് പൗലോസ് പറഞ്ഞത്? ഭീരുത്വത്തിൻ്റെ. ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നതാണ്? ദൈവത്തിൽ നിന്ന് വരുന്നതാണോ? അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നതാ? ഭീരുക്കൾ എവിടെ പോകും? ദൈവരാജ്യത്തിനകത്ത് പോകത്തില്ല, പുറത്തു പോകും. യേശുക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ത്രാണിയില്ലാത്തവരെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഭീരുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭീരുക്കൾ, അവിശ്വാസികൾ, അരയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ, പോഷ്കിൽ പ്രിയപ്പെടുന്നവരെല്ലാം ദൈവരാജ്യത്തിന് പുറത്ത് തന്നെ. അതുകൊണ്ട് ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവ് സാത്താനിൽ നിന്ന് വരുന്ന ഒരു പേടിയുടെ ആത്മാവ്. എല്ലാത്തിനും ഒരു പേടിയാണ്. അങ്ങനെ നമുക്കില്ലേ? ഞാൻ വേർപാട് സഭയിൽ പോയതാന്ന് പറയാൻ പേടി, ഞാൻ മുങ്ങിയതാന്ന് പറയാൻ പേടി, ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്. വേദപുസ്തകം കൊണ്ടു നടക്കാൻ പേടി. അതുകൊണ്ട് ചിലർ ഓളി തന്നെ സൂക്ഷിക്കുന്നു. പുസ്തകമില്ലാതെ വന്നിട്ട് ഇവിടെ വരുമ്പം എടുക്കാമല്ലോ. എല്ലാം ഭീരുത്വമാണ്, അല്ലേ? കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് ഉള്ള ഭീരുത്വം, അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആത്മാവ് എവിടെ നിന്ന് വരുന്നതാ? ദൈവത്തിൽ നിന്നല്ല, പിന്നെയോ സാത്താനിൽ നിന്ന് വരുന്നതാ ഭീരുത്വത്തിൻ്റെ ആത്മാവ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. എഫേസ്യർ 2:2 അതും കൂടെ നമുക്ക് നോക്കാം. എഫേസ്യർ 2:2. സമയം ആയല്ലോ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും മതി. അനുസരണക്കേടിൻ്റെ ആത്മാവ് ഇതെല്ലായിടത്തുമുണ്ട്. അനുസരിക്കേണ്ടവരെ അനുസരിക്കത്തില്ല. അനുസരിക്കേണ്ട നിയമത്തെ അനുസരിക്കത്തില്ല. എന്തുമാകട്ടെ, അനുസരിക്കേണ്ടവർ, ദൈവമക്കൾ അനുസരിക്കേണ്ടവരെയെല്ലാം, എല്ലാ നിയമത്തെയും അനുസരിക്കേണ്ടതാണ്. അവിടെ അനുസരണക്കേട് വരുന്നുവെങ്കിൽ ആ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, പിന്നെയോ സാത്താൻ്റെ ആത്മാവാണ്. അതിനെ എങ്ങനെ അറിയപ്പെടുന്നത്? അനുസരണക്കേടിൻ്റെ ആത്മാവിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, അല്ലേ, ആത്മാവ്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അത് അനുസരണക്കേടിൻ്റെ ആത്മാവാണ്. ഇത്രത്തോളം ആത്മാവാണ് സാത്താനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ള വിശദീകരണത്തിലും മനുഷ്യൻ്റെ ആത്മാവ് എന്നുള്ള വിശദീകരണത്തിലുമാണ് നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കേണ്ടത്. എന്നാൽ ഏതാത്മാവിലായിരിക്കരുത്? സാത്താൻ്റെ ആത്മാവിൽ. ഈ പറഞ്ഞ അവാന്തര വിഭാഗങ്ങളെല്ലാം സാത്താൻ്റെ ആത്മാവിൻ്റെ അതാകയാൽ ആ ആത്മാവിൽ ആരാധിക്കാൻ നമുക്ക് അവകാശമില്ല. ഇതാ മക്കളെ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. അല്ലാതെ അവിടെ വിട്ടേച്ച് ഇങ്ങോട്ട് വന്ന് ഒരു പോസ് മാറ്റിയത് കൊണ്ടോ, പയ്യെ ആരാധിച്ചത് കൊണ്ടോ, ഉറക്കെ ആരാധിച്ചത് കൊണ്ടോ ഇതൊന്നുമല്ല സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. അത് ഉറക്കേക്കും വ്യവസ്ഥയല്ല, പയ്യം ഇതൊന്നും വ്യവസ്ഥയല്ല. അതൊക്കെ വേറെയൊരു കാര്യമാണ്. ഉറക്കെ തന്നെ ആരാധിച്ചോണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരന്ന പ്രാർത്ഥിച്ചു, ഒരക്ഷരം പുറത്തു വന്നില്ല, പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, നീതീകരിക്കപ്പെട്ടു. അവൻ്റെ പ്രാർത്ഥന ചങ്കിനിട്ടടിയും അലർച്ചയും കൂടെ ആയിരുന്നു. ആ പാവത്തിൻ്റെ ഒച്ചയിലല്ലേ പ്രാർത്ഥിച്ചേ? ഒച്ചയെന്നല്ല, ചങ്കിനിട്ടടിച്ചല്ലേ പ്രാർത്ഥിച്ചേ? അത് ദൈവം കേട്ടു. എന്നാൽ നല്ല ഭാഷയിൽ ആര് കേട്ടാലും വാചാലമായ ഭാഷയിൽ മനോഹരമായിട്ടാണ് ഭാഷാ നിയമങ്ങളൊക്കെ നോക്കി ആര് പ്രാർത്ഥിച്ചത്? പരീശൻ. ദൈവം കേട്ടില്ല. അപ്പോൾ ഈ പോസുകളിലല്ല, ചേഷ്ടകളിലല്ല, വിധങ്ങളിലല്ല, അതിനകത്ത് ഉള്ള അന്തർഭാഗത്തിൻ്റെ, ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ അവസ്ഥയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ട് ആത്മാവ് തരുന്ന, കൈയടിക്കാൻ പറഞ്ഞാൽ അടിച്ചോണം, ഉറക്കെ സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിച്ചോണം, പയ്യെ സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിച്ചോണം. അതിന് മറ്റേ പോസ് ഏകീകരിക്കാനാണ് ഇന്ന് നോക്കുന്നത്. പോസുകൾ ഏകീകരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ആത്മാവ് അവനവനെ കൺട്രോൾ ചെയ്യുന്ന പോലെ അത് പോകേണ്ടത്. അതിനുള്ള ഫ്രീഡം കൊടുക്കേണ്ടതാണ്. ദൈവം അംഗീകരിക്കുന്നത് ഏതോ അത് ആത്മാവിൻ്റെ. ഇതാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. നമുക്ക് തലകളെ വണക്കാം.
കണ്ണുകൾ അടയ്ക്കാം.